എല്ലാവർക്കും സാച്ച് ഫാമിലിയുടെ മനോഹരമായ മറ്റു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിത് അങ്ങനെ ബാങ്കോക്കിലുള്ള ഡോൺ മിയോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് DMK എയർപോർട്ട് എന്ന് പറയും, അവിടെ നിന്ന് ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഉള്ള യാത്രയാണ് കേട്ടോ കാണുന്നത്. നമ്മളിതിൻ്റെ തൊട്ട് മുൻപുള്ള വീഡിയോയിൽ തായ്ലൻഡിൽ എങ്ങനെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ പാക്കേജ് ഒന്നുമില്ലാതെ പോകാം, അതുപോലെ തായ്ലൻഡിൽ ചെന്നാൽ എങ്ങനെയൊക്കെ നമുക്ക് ടാക്സി സർവീസ് അവൈലബിൾ ആണ്, പിന്നെ അവിടുത്തെ ഫുഡ്, അക്കോമഡേഷൻ, ക്ലൈമറ്റ് എങ്ങനെ എന്ന് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പട്ടായയിലും എങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും, അട്രാക്ഷൻസ് എന്തൊക്കെയാണ്, ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ അട്രാക്ഷനിലേക്കുള്ള ടിക്കറ്റ് എടുക്കാമെന്നും അതുപോലെ തന്നെ സെയിം ബാങ്കോക്കിലത്തെ അവസ്ഥയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെയും എന്തെല്ലാം കാണാൻ സാധിക്കുമെന്നും ഓരോ അട്രാക്ഷനിലേക്കും ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് എങ്ങനെയൊക്കെ ടിക്കറ്റ് എടുക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ വീഡിയോയിൽ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണണേ. അങ്ങനെ നമ്മൾ ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ അത്രയും നീണ്ടൊരു യാത്രയായിരുന്നു കേട്ടോ. പിന്നെ എയർപോർട്ടിലെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ദ്രുതഗതിയിൽ തന്നെ നടന്നു എന്ന് പറയാം. അവിടുന്ന് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ബോൾട്ട് ത്രൂ ആണ് ഇവിടെ ഫുക്കറ്റിൽ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് വേണ്ടിയിട്ട് ടാക്സി അറേഞ്ച് ചെയ്തത്. ചില ഹോട്ടലുകളിൽ ഷട്ടിൽ സർവീസ് ഉണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുത്താം. പിന്നെ നമ്മൾ ഈ ഫുക്കറ്റ് സിറ്റിയിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ടൈഗർ കിങ്ഡം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകൾ കാണണം, ഒരു ദിവസമല്ല കുറച്ച് സമയം സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ കണ്ടിട്ട് വേണമെങ്കിൽ ഹോട്ടലിലേക്ക് പോകാവുന്നതാണ്. ഞങ്ങൾ കണ്ടില്ല, കാരണം നല്ല മഴയായിരുന്നു, ഞങ്ങൾക്ക് അത് കണ്ട് അവിടെ ഇറങ്ങാനായിട്ട് സാധിച്ചില്ല. അപ്പം നമ്മളത് കണ്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുക്കറ്റിൽ താമസിച്ച ഹോട്ടൽ ഇതാണ്, ഗ്രേസ് ഫട്ടോങ് ഹോട്ടൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. കുഴപ്പമില്ലാത്ത നല്ലൊരു ഹോട്ടലാണ്. ഈ ഹോട്ടലിനെ കുറിച്ചിട്ടുള്ള ഫുൾ റിവ്യൂസ്, ബ്രേക്ക്ഫാസ്റ്റ്, റൂംസ്, എല്ലാ കാര്യങ്ങളും ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് ചെയ്തിടാം കേട്ടോ. അങ്ങനെ ഹോട്ടലിലെത്തി ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പയ്യെ ഭക്ഷണം കഴിക്കാൻ പോയി. അന്ന് ഞങ്ങൾ വേറെ അട്രാക്ഷനിലേക്ക് ഒന്നും പോയില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഡേയിലെ കാഴ്ചകളാണ് കേട്ടോ. ഞങ്ങൾ അന്ന് അവിടെ എത്തിയതിന് ശേഷം ഒരു ഈവനിങ്ങോട് കൂടി ഞങ്ങൾ പയ്യെ നമുക്കൊരു ട്രാവൽ ഏജൻറ്റിന് ആവശ്യമായിരുന്നു. കാരണം നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾ സിറ്റി ടൂറാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമുക്കതൊരു ഓർഗനൈസർ ഉണ്ടാവുകയാണെങ്കിൽ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും, എല്ലാ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആളുകളെ തപ്പാനായിട്ട് നോക്കായിരുന്നു. Hi, subscribe to our channel for more videos. നമ്മളിപ്പോൾ എവിടെ? നമസ്തേ. ബാങ്കോക്കിനും പട്ടായനും അപേക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തത് ഫുക്കറ്റിൻ്റെ മുക്കിലും മൂലയിലും നമുക്ക് ട്രാവൽ ഏജൻസിനെ കാണാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ചുമ്മാ ഒരു റോഡിലൂടെ നടന്നു പോവുകയാണെങ്കിലും മാക്സിമം ഒരു ദൂരപരിധിക്കുള്ളിൽ ഒരു 10 പേരെങ്കിലും അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അവിടെ ശരിക്കും ലോക്കലായിട്ട് ഒരാൾ ഫുക്കറ്റിൽ ചെന്നിട്ട് നമുക്ക് തിരക്കി നമുക്ക് എല്ലാ കാര്യങ്ങൾ കൊണ്ട് സ്യൂട്ടാവുന്ന ഒരാളെ നോക്കി എടുക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. ഞങ്ങൾ അവിടെ ചെന്ന് ഒരുപാട് സ്ഥലത്ത് നമ്മൾ നോക്കിയായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങളുടെ ഹോട്ടലിൻ്റെ തന്നെ താഴെ റിസപ്ഷനിൽ ഒരു ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു. അവരെടുത്തുനിന്നായിരുന്നു നമുക്ക് കുറച്ചും കൂടിയും കുറഞ്ഞ രീതിയിൽ, എന്നാൽ ഒട്ടും തന്നെ അട്രാക്ഷനിലൊന്നും യാതൊരു വക കുറവുകളൊന്നും വരുത്താത്ത രീതിയിൽ നമുക്ക് കിട്ടിയത്. അപ്പം നമ്മൾ അവരിൽ നിന്നാണ് നമ്മൾ സിറ്റി ടൂറിനുള്ള പ്ലാൻ നമ്മൾ എടുത്തത്. റോഡ് സൈഡിലുള്ള ഷോപ്പുകളുടെ അരികിൽ മാത്രമായിട്ടല്ല, ഓരോ ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയയിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡിലായിട്ടും നമുക്ക് ട്രാവൽ ഏജൻസിനെ കാണാൻ സാധിക്കും. പിന്നെ ഫുക്കറ്റിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴയാണെങ്കിൽ നല്ല മഴയാണ്, വെയിലുള്ളപ്പോൾ നല്ല ചൂടും അങ്ങനെയായിരുന്നു. No jumping. He's having jumping. For apple, C for banana, C for camel, D for duck, E for elephant, F for fish,
പട്ടയയും ബാങ്കോക്കിനെയും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഫുക്കറ്റ് കുറച്ചും കൂടിയും തണുപ്പുള്ളൊരു സ്ഥലം തന്നെ നമുക്ക് പറയാം. പിന്നെ നമ്മൾ ഗ്രാബ് അല്ലെങ്കിൽ ബോൾട്ട് ഈ 2 ആപ്പ് വഴിയാണ് ടാക്സി എല്ലാം ബുക്ക് ചെയ്തത്. ഇതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് സിറ്റി ടൂറിലെ ട്രെക്കിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. എലിഫൻറ്റ് ട്രെക്കിംഗ് ആണ്. ഏകദേശം ഒരു 30 മിനിറ്റ്സ് അതുണ്ടായിരുന്നു. അപ്പം നമുക്കിനിയിപ്പം ഈ അരമണിക്കൂർ മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ആനയൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്, കൂടുതലായിട്ട് ഇടപഴകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സിറ്റി ടൂറിൽ നിന്ന് ഈ ഒരു ഐറ്റം നമുക്ക് ഉപേക്ഷിച്ചിട്ട് പകരം വേണമെങ്കിൽ ഒരു ദിവസമായിട്ടോ അല്ലെങ്കിൽ ഒരു അര ദിവസത്തോളമൊക്കെ ആയിട്ട് പലതരത്തിലുള്ള എലിഫൻറ്റ് സാങ്ച്വറികൾ അവിടെയുണ്ട്. അതുപോലെ എലിഫൻറ്റ് ക്യാമ്പ് ഉണ്ട്, പിന്നെ ഒരു കോക്ചാങ് സഫാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം എലിഫൻറ്റിൻ്റെ തന്നെയായിട്ട് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കാണാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അരമണിക്കൂർ ട്രെക്കിംഗ് ഒക്കെ ആയിട്ട് ഇതുപോലെ നമുക്ക് വന്ന് സിറ്റി ടൂറിൽ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെയും നമുക്ക് വരാം. അത് നിങ്ങളുടെ ചോയ്സാണ്. ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ വാഷ്റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഈ എലിഫൻറ്റ് ട്രെക്കിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ എലിഫൻറ്റിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു എലിഫൻറ്റ് ട്രെക്കിങ്ങിൻ്റെ ഏരിയയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അരമണിക്കൂറുള്ള ആ എലിഫൻറ്റ് ട്രെക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരിട്ട് പോയത് ശ്രീ ബുരാപ്പ ഓർക്കിഡ് കാഷ്യൂനട്ട് ഫാക്ടറിയിലേക്കാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, എലിഫൻറ്റ് ട്രെക്കിംഗ് ശരിക്കും ഒരു വർത്ത് വിസിറ്റ് ആയിരുന്നു. അപ്പം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒന്നില്ലെങ്കിൽ എലിഫൻറ്റിൻ്റെ കൂടെ ഒരു ദിവസം മുഴുവനായിട്ട് ചെലവഴിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹാഫ്-ആൻ-അവർ ട്രെക്കിംഗ് ആയിട്ടോ നിങ്ങൾ പോകണം കേട്ടോ. ഒരു മസ്റ്റ് വിസിറ്റ് ആണത്. അതുപോലെ തന്നെ ATV ഡ്രൈവിംഗ് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പോകാം. പിന്നെ തിരിച്ചു വരാം നമുക്ക് ഈ കാഷ്യൂനട്ട് ഫാക്ടറിയിലേക്ക്. ഇത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാഷ്യൂനട്ട് അത് പ്രോസസ്സിങ് ചെയ്യുന്നതിന് മുൻപ് മാനുവലി കൈകൊണ്ട് എങ്ങനെയാണ് അത് സ്വമതയെ എങ്ങനെയാണ് ആ കശുവണ്ടി വേർതിരിച്ചെടുക്കുന്നത് എന്നാണ് നമ്മളെ കാണിച്ചു തരുന്നത്. പ്രോസസ്സിങ്ങിനെ കുറിച്ച് ഈ ഒരു കശുവണ്ടി ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അത് മാത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഷോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. ഞങ്ങൾ കൂടുതലായിട്ട് ആ ഒരു അവസ്ഥയിലാണ് നമ്മളിവിടെ കണ്ടത്. പിന്നെ നമുക്ക് ഇവിടെ വെറൈറ്റീസ് ഓഫ് കാഷ്നട്ട്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. വെറൈറ്റീസ് ഓഫ് കാഷ്നട്ട് എന്ന് പറയാനായിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതായത് വലിപ്പം കൊണ്ട് വ്യത്യാസമുള്ളത്, അതുപോലെ പലതരത്തിലുള്ള കോട്ടിങ്, ലൈക്ക് ഇപ്പം ഉപ്പ് സാൾട്ട് ഉള്ളത് അല്ലെങ്കിൽ ഷുഗർ കോട്ടിംഗ് ഉള്ളത്, അങ്ങനെ പലതരത്തിലുള്ള കോട്ടിങ്ങിൻ്റെ, അതുപോലെ ഫ്രൈ ചെയ്തത് ചെയ്യാത്തത്, അങ്ങനെ എന്താ പറയുക ഒരുപാട് വെറൈറ്റീസ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചോക്ലേറ്റുകൾ, ഈ കാഷ്നട്ട് കൊണ്ട് തന്നെയുള്ള ചോക്ലേറ്റുകൾ, അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക കാഷ്നട്ടിൻ്റെ തന്നെ വെറൈറ്റീസ് ഓഫ് എന്താ പറയുക ഫുഡിൻ്റെ തന്നെ ഒരുപാട് പ്രോഡക്ട്സുകളാണ് ഇവിടെ ഉള്ളതെന്ന് പറയാം നമുക്ക്. അതുപോലെ തന്നെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സുകളുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് തന്നെ ജെൽ കോട്ടിങ് ചെയ്തിട്ട് അങ്ങനെ പാക്കറ്റായിട്ട് വരുന്നത്. എന്താ ഒന്നും എടുത്ത് പറയുക, ഓരോന്നോരോന്ന് എടുത്ത് പറയണമെങ്കിൽ ഒരുപാടുണ്ട് ഇതിനകത്ത്. വലിയൊരു ഷോപ്പാണ്, വിശാലമായിട്ടുള്ളൊരു ഷോപ്പാണ്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഓരോ സംഭവങ്ങൾക്കും. കാരണം നമ്മളിവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വാളിറ്റിയിലൊട്ടും കോംപ്രമൈസ് ഇല്ല ഇവർക്ക്. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള കുട്ടി എലിഫൻസിനൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇവിടെ. സോനിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ട് പോകാം. പക്ഷേ ഞങ്ങളത് നോക്കിയതായിരുന്നു, പക്ഷേ നല്ല വെയിറ്റ് ആയിരുന്നു അത്. തടി ചിലത് മാത്രമേ തടിയുടെ ഉണ്ടായിരുന്നത്, ചിലത് അവർ പറഞ്ഞ അതിനകത്ത് ഇങ്ങനെ സിമെൻറ്റ് പോലെ മറ്റെന്തോ ഒരു സംഭവം മിശ്രിതത്തിൻ്റെ ഒക്കെയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ മക്കൾ എന്താ പറയുക ഇവിടെ അങ്ങ് കയറി തകർത്തു എന്ന് തന്നെ പറയാം. അവർ ഒരുപാട് അവർക്ക് പറ്റിയ രീതിയിലുള്ള എന്താ പറയുക നാട്ടിലൊക്കെ കിട്ടാത്തൊക്കെ രീതിയിലുള്ള ചിപ്സുകളൊക്കെ നോക്കി അങ്ങനെയും, അതുപോലെ കുറച്ച് കാഷ്നട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിവിടുന്ന് വാങ്ങിച്ചായിരുന്നു. നമുക്ക് കിട്ടിയ സിറ്റി ടൂറിൻ്റെ നമ്മളെടുത്ത പാക്കേജിലുള്ള ഒരു പ്ലേസ് ആയിരുന്നത്. അതായത് ഒരു കാഷ്നട്ടിൻ്റെ പല രീതിയിൽ കിട്ടുന്നൊരു ഷോപ്പും ആ ഒരു ചെറിയൊരു പ്രോസസ്സിങ്ങും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അത്രയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൊരു അറിവ് കേട്ടോ. അടുത്തായിട്ട് ഞങ്ങൾ പോയത് ബിഗ് ബി ഗാർഡൻ അല്ലെങ്കിൽ ബിഗ് ബി ഫാം കാണാനാണ് ഫുക്കറ്റിലുള്ളത്. ഇവിടെ എന്ന് പറയുന്നത് എന്താ പറയുക വിശാലമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറയാം കേട്ടോ. കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. മാത്രമല്ല അവിടെ പലതരത്തിലുള്ള തേനീച്ചകളുടെ കൂടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും അവർ അതിൻ്റെ അടുത്തൊക്കെ തന്നെയായിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ ഈ തേനീച്ച കൂടും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒന്നും വലിയ സംഭവമായിട്ട് തോന്നില്ല. പക്ഷെ ഇതൊക്കെ കാണാത്തവരാണെങ്കിൽ ഇവിടെ പോയിട്ട് കാണുമ്പോൾ കുറച്ച് നമുക്കൊരു എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റി
കമ്മ്യൂണിറ്റി ഫീലിംഗ് ഒക്കെ നമുക്ക് വരും. മൊത്തത്തിൽ ഇവിടെ ശരിക്കും ഒരു നമ്മുടെ നാടിൻ്റെ ഒക്കെ ഒരു പ്രതീതിയാണ് കേട്ടോ. നല്ല ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. തായ്ലൻഡിനെ കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഏകദേശം തായ്ലൻഡിലുള്ള മിക്ക സ്ഥലങ്ങളും കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ നാടൊക്കെ പോലെ തന്നെ റോഡുകളാണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക, അവിടെയുള്ള ഓരോ ഫലവൃക്ഷങ്ങളാണെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചക്ക മാങ്ങ അവിടെയും ഉള്ളതായിട്ട് കണ്ടു. ഇത് ഇവിടുത്തെ ഒരു ഗൈഡാണ്. ആള് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. തേനീച്ച കൂടിനെ കുറിച്ചും അതുപോലെ റാണി തേനീച്ചയെക്കുറിച്ചും ഒക്കെ നമുക്ക് ഇവിടെ വിശദമായിട്ട് അവർ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. അത് ആ കാണുന്നത് ഒരു തേനീച്ച കൂടാണ് അവർ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം അത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരത് ഉയർത്തി കാണിക്കും. അതിൻ്റെ പുറകിലും അതുപോലെ ഫ്രണ്ട് വശത്തും ഒക്കെ ആയിട്ട് തേനീച്ചകൾ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതും അതുപോലെ ആ തേനീച്ചയുടെ ആ ഒരു അടയും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഒരുമാതിരി വലിയ തേനീച്ചയുടെ കൂടാന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. നമ്മൾ തന്നെ പറയില്ലേ ചെറുതേൻ വലുതേൻ എന്നൊക്കെ പറയത്തില്ല, അതുപോലെയുള്ള വലിയൊരു തേനീച്ചയുടെ കൂടാണ്. അപ്പോൾ നമുക്കും വേണമെങ്കിൽ ഇതുപോലെ നിന്ന് അവർ പറയുന്ന ഒരു സ്ഥലത്ത് മാത്രമേ പിടിക്കാൻ പാടുള്ളൂ കേട്ടോ. പിടിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. തേനീച്ചകളൊക്കെ ചുറ്റും പറക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. പിന്നെ നമുക്കവിടെ പലതരത്തിലുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതായത് നടന്ന് നമുക്കവിടെ മൊത്തത്തിൽ കാണാൻ സാധിക്കും. ഏകദേശം ഒരു 15-20 മിനിറ്റൊക്കെ നടന്ന് കാണാനുള്ള അത്ര സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും കാണുന്നത് നമ്മുടെ ഈ ചെറിയ തേനീച്ചയുടെ കൂടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും അതിൻ്റെ അടുത്ത് തന്നെ അവർ അതിൻ്റെ തന്നെ വിവരണങ്ങളെല്ലാം തന്നിട്ടുണ്ട്. എങ്ങനെയുള്ള തേനീച്ചയാണെന്നുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനത്തെ ചെറിയ തേനീച്ച കൂടുകൾ കാണാം. പിന്നെ അവിടെ മെയിനായിട്ട് കാണാൻ പറ്റിയത് നേരത്തെ കണ്ട പോലെയൊക്കെ തന്നെയുള്ള കുറേ പലതരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കും അങ്ങനെയൊക്കെ സാധിക്കും. ഈ കാണുന്നതെല്ലാം തേനീച്ച കൂടൊക്കെ തന്നെയാണ് കേട്ടോ. ഈ ചെറുതായിട്ട് കാണുന്നതൊക്കെ എല്ലാവരും ഇതൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലും കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്. ഇവിടേക്കുള്ള എൻട്രൻസ് ഫീ എന്ന് പറയാനായിട്ട് അങ്ങനെ ഇല്ല. നമുക്കത് ഫ്രീ ആണ്, ഫ്രീ എൻട്രൻസ് ആണ് കേട്ടോ ഇവിടേക്ക്. പിന്നെ ഇവിടെ ഉള്ളത് വേറൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് കണ്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള സംഭവം. അതായത് അവിടെ പലതരത്തിലുള്ള തേനുകൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കിട്ടും. അതുപോലെ തന്നെ പലതരത്തിലുള്ള തേനുകൾ കിട്ടും. പിന്നെ ഈ ഷോപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത കണ്ടോ, ഇത് തായ്ലൻഡിൽ തന്നെ ഏറ്റവും വലിയൊരു തേനീച്ച കൂടാണിതെന്നാണ് അവർ പറയുന്നത് കേട്ടോ ആ കാണുന്നത്. അതുപോലെ ഈ തേനീച്ചയുടെ ആ ഒരു കൂടിനകത്ത് നിന്ന് വരുന്ന ആ ഒരു അട കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സോപ്പുകൾ, പിന്നെ മെയിനായിട്ട് ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചു പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ഉണ്ട് ഇവിടെ. അതുപോലെ കുറേ മിനറൽസും കാര്യങ്ങളും വൈറ്റമിൻസൊക്കെ കിട്ടുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങൾ, അങ്ങനെ കുറേയൊക്കെ ഒരു തേനിന് തന്നെയുള്ള പലതരം പ്രൊഡക്റ്റുകളായിട്ട് അവരുണ്ടാക്കിയിരിക്കുന്നതാണെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് തേൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഒരു ബോട്ടിൽ തേൻ വാങ്ങിച്ചായിരുന്നു. നല്ല നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം തേനൊക്കെ. അത് എല്ലാ തരത്തിലുള്ള തേനുകളും നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട തേൻ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെയായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ പറയുക, മക്കൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും ഒരു മെഡിസിൻ പർപ്പസ് എന്നൊക്കെ രീതിയിൽ നമ്മൾ 1 കിലോ തേൻ ഇവിടുന്ന് വാങ്ങിച്ചായിരുന്നു. പക്ഷേ വില നല്ല ആ ക്വാളിറ്റി പോലെ തന്നെ നല്ല വിലയുണ്ട് കേട്ടോ. അങ്ങനെ അത്ര കുറഞ്ഞ വിലയൊന്നുമല്ല, ആവശ്യത്തിന് നല്ല വിലയുണ്ട്. കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാം. അത്ര വലിയ വർത്ത് വിസിറ്റ് എന്നൊന്നും പറയാനില്ല കേട്ടോ ഇവിടെ. അവിടെ നിന്ന് ഞങ്ങൾ നേരിട്ട് പോയത് ഒരു ജെംസ് ഗാലറിയിലേക്കായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് കാണാൻ പറ്റിയ കാഴ്ച എന്ന് പറയുന്നത് ഡയമണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്റ്റോണുകൾ, പേൾസ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ആഭരണങ്ങളാണ്. ലൈക്ക് മാലയാളും കമ്മൽ, അതുപോലെ വളകൾ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമുക്കവിടെ മെയിനായിട്ട് കാണാനായിട്ട് സാധിച്ചത് കേട്ടോ. അവിടെ എന്ന് പറയാനായിട്ട് അവർ ഉള്ളിലൊന്നും ഒന്നിൻ്റെയും വീഡിയോ പിടിക്കാനായിട്ട് അവിടെ അലൗഡ് ആയിരുന്നില്ല. അവർ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതൊരു ജ്വല്ലറി, വിശാലമായിട്ടൊരു ജ്വല്ലറി ഷോപ്പ് എന്ന് തന്നെ പറയാം. അവിടെ പലതരത്തിലുള്ള എന്താ പറയുക ആഭരണങ്ങൾ നമുക്ക് കിട്ടും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത് ഷോപ്പ് ചെയ്യാം, അത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അത്രയാണ് അവിടെ കണ്ടുള്ളൂ. പിന്നെ അവർ ഡയമണ്ടിനെ കുറിച്ചും അതുപോലെ ഓരോ ജെംസിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞൊക്കെ തരും. കുഴപ്പമില്ല, ജസ്റ്റ് കണ്ടു പോരാം അത്രയൊക്കെ തന്നെ. പിന്നെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം, അത്രയേ ഉള്ളൂ അവിടെ. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ 3 സംഭവങ്ങളാണെങ്കിലും, കാഷ്നട്ട് ഫാക്ടറി ആണെങ്കിലും, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കണ്ട എന്താ പറയുക ബീ ഫാംസ് ആണെങ്കിലും, ഈ ഷോപ്പാണെങ്കിലും, മെയിനായിട്ട് എന്ന് പറയുന്നത് നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു എയിം കേട്ടോ.
അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് എന്താ പറയുക അടിപൊളിയൊരു സംഭവമായിരുന്നു. നമ്മൾ പോയത് ടൈഗർ പാർക്കിലോട്ടാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് പോയത് ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട് കേട്ടോ നിങ്ങൾക്ക്. അതായത് ടൈഗർ പാർക്കിങ്ങിൻ്റെ ഈ ഒരു സംഭവം സിറ്റി ടൂറിൽ ഉൾപ്പെടുത്താതെ അതിന് പകരമായിട്ട് വേണമെങ്കിൽ ATV ഡ്രൈവിങ്ങോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പകരം വേണമെങ്കിൽ നമ്മൾ വരുന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ആ ഫസ്റ്റ് വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞത്. എന്തായാലും നമുക്കൊരു 2 o'clock ആവും നമുക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ ഫുക്കറ്റിൽ അറൈവ് ആവുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു സമയത്ത്, കാരണം നമ്മൾ സിറ്റിയിലേക്ക് വരുന്നുകൊണ്ടിരിക്കുന്ന വഴിയിലാണ് ടൈഗർ കിങ്ങിൻ്റെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സിറ്റി ടൂറിൽ നമുക്ക് വേറെ ഏതെങ്കിലും പ്ലേസ് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഒരു ഫോമിനകത്ത് നമ്മുടെ നെയിമും കാര്യങ്ങളൊക്കെ എഴുതി സൈൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അതായത് ഇത് ഉപദ്രവിച്ചാലും അവിടെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ കേട്ടോ. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ ബിഗ്, അതുപോലെ സ്മോളസ്റ്റ്, ബേബി ടൈഗർ, അങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറിയിലുള്ള ടൈഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അവർ മറ്റൊരു ഓപ്ഷൻ കൂടെ നമുക്ക് തരുന്നുണ്ട്. വേണമെങ്കിൽ ഒരു പാരൻറ്റിന് ബിഗ് ടൈഗറിൻ്റെ ഒപ്പം കയറാം, മറ്റ് ഒരു പാരൻറ്റും കിഡ്സൊക്കെ ആയിട്ട് സ്മോളസ്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക ബേബിയോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പം ഞങ്ങൾ പക്ഷേ എല്ലാവരും കൂടെ കുട്ടികളുടെ കൂടെ തന്നെ കയറാം എന്നുള്ള രീതിയിൽ സ്മോളസ്റ്റ് ആയിട്ടുള്ള ടൈഗറിൻ്റെ ഒപ്പമാണ് എടുത്തത്. അത് സ്മോളസ്റ്റ് ആണെങ്കിലും നമുക്ക് കാണുമ്പോൾ തന്നെ അത്യാവശ്യം വലിപ്പമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കല്ല പേടി, കാണുമ്പോൾ നമ്മൾ എപ്പോഴും ടൈഗറിൻ്റെ കൂടെ നടക്കാത്തതുകൊണ്ട് നമുക്ക് പേടിയുണ്ട്. പിന്നെ അവർ ഓൾറെഡി കയറുന്നതിന് മുൻപ് നമുക്ക് ഇൻസ്ട്രക്ഷനൊക്കെ തരും. അതായത് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരരുത്, ഫ്രണ്ടിലൊന്നും പിടിക്കരുത്, ബാക്ക് സൈഡിൽ അവിടെ തൊടേണ്ട സ്ഥലങ്ങൾ എവിടേക്കാന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ ഫ്ലാഷ് അടിക്കരുത് ഫോട്ടോ എടുക്കുമ്പോൾ, അതുപോലെ ഓടാൻ പാടില്ല, സ്ക്രീം ചെയ്യാൻ പാടില്ല, ഉറക്കെ സൗണ്ട് എടുത്ത് കരയുക അങ്ങനെയൊന്നും പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെയൊക്കെ തന്നെ അവിടെ എല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു രസമായിരിക്കും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൂടെ 2 പേരുണ്ടല്ലോ, ഞങ്ങളുടെ 2 കുട്ടീസുകളുണ്ട്. അവരുടെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മറ്റ് വീഡിയോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അവർ എന്താ പറയുക എപ്പോഴും ഓടി ചാടി കാറി കൂകി അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾ അവർ ചെറുതല്ല, അപ്പോൾ അവരുടെ ചൈൽഡ്ഹുഡാണ്, അവർക്ക് അങ്ങനെ ബഹളം വെച്ച് നടക്കാൻ പറ്റില്ല. നമ്മൾ ഒത്തിരി പ്രായമായിട്ട് നമ്മൾ കിടന്ന് അതുപോലെ കാറി കൂകി ബഹളം വെച്ച് നടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈൽഡ്ഹുഡ് അവർ പരമാവധി ആസ്വദിക്കട്ടെ. അപ്പോൾ അവരിങ്ങനെ ആ ഒരു പ്രകൃതിയിലാണ് അവർ വളർന്ന് വന്നിരിക്കുന്നത്. അപ്പം അവർക്ക് അതിവിടെ വല്ലാണ്ടങ്ങ് സ്യൂട്ടായില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞങ്ങൾ വന്ന് ചെയ്യണ സമയത്ത് അധികം സൗണ്ടൊന്നും എടുക്കാതെ കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളുടെ ഈ 2 കുട്ടീസുകൾ എന്താ പറയുക അതിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഒരു ഇച്ചിരി ബഹളെടുക്കലും ഓട്ടം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആൾ അത്രത്തോളം അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിട്ട് ടൈഗർ നമ്മുടെ അടുത്ത് നിന്നില്ലായിരുന്നു. പിന്നെ ഉള്ളതിലെ നമ്മൾ സ്മോളസ്റ്റാണ് എടുത്തത്, എന്നിട്ടും ഒരു അത്യാവശ്യം വലിപ്പമൊക്കെ ആ ടൈഗറിന് ഉണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല ഒരു ഇച്ചിരി അഗ്രസീവ് ആയിരുന്നു ആ ടൈഗർ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ആസ്വദിച്ചു. ശരിക്കും ആ ഒരു സംഭവം നമ്മൾ എൻജോയ് ചെയ്തു. ഉള്ളിൽ പക്ഷേ ഒരു ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് കേട്ടോ, പേടിയിലാകിയൊന്നുമില്ല. പിന്നെ വലിയ ടൈഗറിനെ പിടിക്കുന്ന ആ ഒരു പേടിക്കണ്ട, എന്നാലും നമുക്ക് പേടിയുണ്ട്. അപ്പം എങ്കിലും നമ്മൾ ആസ്വദിച്ചു എന്ന് തന്നെ പറയാം. കാരണം നമ്മളെന്തായാലും എന്താ പറയുക ടൈഗറിനെ വീട്ടിൽ വളർത്തി ടൈഗറിൻ്റെ കൂടെ ഒന്നും നിൽക്കുന്നില്ലല്ലോ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. ഞങ്ങൾ പക്ഷേ ഒരുപാട് നേരം ആ ടൈഗറിൻ്റെ ആ ഒരു കൂട്ടിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം കുർനീസൊക്കെ ബഹളം വെക്കുന്നതനുസരിച്ച് ഒരാളെ കൊണ്ടുപോകല് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചധികം നേരം തന്നെ അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതുപോലെയുള്ള വലിയ വലിയ ടൈഗറുകളെ നമുക്ക് അവിടെ മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കും. കുറച്ചധികം ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ അത്. പിന്നെ വലിയ ടൈഗറിൻ്റെ അടുത്തേക്ക് പോകുന്നവരെ അവരുടെ വഴി വേറെ സൈഡിൽ കൂടെയാണ് അവർ കടത്തി വിട്ടത്. അപ്പം നമ്മൾ ആ സൈഡിലേക്ക് കടത്തില്ലായിരുന്നു, നമ്മൾ ഇപ്പുറത്തെ സ്മോൾ ടൈഗറിൻ്റെ അടുത്തേക്കായിരുന്നു നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എല്ലാം എടുത്ത് റെഡിയാക്കി ആയിരുന്നത്. ഒരുമാതിരി നല്ല വലിയ പിക്കായിട്ടുള്ള ടൈഗറുകളൊക്കെ തന്നെയുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. ഇനിയിപ്പോൾ നിങ്ങൾ ഫുക്കറ്റിലേക്ക് വരുന്നില്ല എന്ന് വെച്ചാൽ അത് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറയുന്ന പട്ടായയിലാണെങ്കിലും ബാങ്കോക്കിലാണെങ്കിലും ഇഷ്ടം പോലെ ഇതുപോലെയുള്ള ടൈഗർ കിങ്ഡങ്ങളും ടൈഗർ പാർക്കുകളും ഒക്കെ ഉണ്ട്. അപ്പം എനിക്കൊന്ന് റേറ്റ് കൊണ്ടാണെങ്കിലും ഇവിടത്തേക്കാളും നമുക്ക് കുറച്ചും കൂടിയും കുറഞ്ഞ ഒരു ഫീൽ കിട്ടുന്നത് അവിടെ 2 സ്ഥലത്തായിരിക്കും. അവിടെ നിന്ന് ഞങ്ങൾ പോയത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസിലേക്കാണ് കേട്ടോ. അതായത് നമ്മൾ ബിഗ് ബുദ്ധ കാണാനായിട്ടാണ് പോയത്. ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയത് ഈവനിങ്ങിൽ, അതുകൊണ്ട് ഞങ്ങൾ ചൂടൊന്നും ഞങ്ങൾക്ക് വല്ലാതെ ഫീൽ ചെയ്തില്ല. പക്ഷേ നിങ്ങളൊരു മോർണിംഗിലോ അല്ലെങ്കിൽ ചൂട് സമയത്ത് പോകണമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഹാറ്റ് ആണെങ്കിലും അതുപോലെ വെള്ളം കുപ്പിയൊക്കെ പിടിക്കണം. കാരണം ഓപ്പൺ പ്ലേസ് ആണ്, അവിടെ എവിടെയും ഷെയ്ഡും കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല ഇതായി കാണുന്ന കുത്തിനുള്ള സ്റ്റെപ്സുകളിൽ ഇത് കയറാനുണ്ട്, കുറച്ചധികം സ്റ്റെപ്പ് തന്നെ കാണാനുണ്ട് കേട്ടോ. ഒരു ഏകദേശം ഒരു 45 മീറ്റർ, അതിനെ
ബുദ്ധാനേക്കാളൊക്കെ ഉയരമുണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു പ്രതിമയ്ക്ക്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ, അതായത് ബിഗ് ബുദ്ധ എന്ന് പറയുന്ന പോലെ തന്നെ ശരിക്കും നല്ല വളരെ വലിയൊരു ഭീമാകാരമായിട്ടൊരു ബുദ്ധ പ്രതിമ എന്ന് തന്നെ നമുക്ക് പറയട്ടെ. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള, വന്ന് തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതിനെ ചിലരൊക്കെ ഫ്രാഫുട്ട മിങ് മോങ്കോൾ എക്നാക്കിരി അങ്ങനെ കൂടി ഒരു പേര് ഇത് അറിയപ്പെടാറുണ്ട്. പിന്നെ ഇത് ഈ സ്റ്റെപ്സൊക്കെ കയറി ഇവിടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശാലമായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം പിന്നെ ഇവരുടെ തന്നെ ബുദ്ധപ്രതിമയുടെ തന്നെയും അതുപോലെ ബുദ്ധ ആയിട്ടുള്ള സിമ്പലുകളൊക്കെ അടങ്ങിയ ഇതുപോലെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും ഇതുപോലെ ഒരുപാട് ഇഷ്ടം പോലെ ബുദ്ധൻ്റെ തന്നെ പ്രതിമകൾ വേറെ പല രീതിയിലുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായിട്ടുള്ളത്. പിന്നെ എടുത്തു പറയപ്പെടേണ്ട മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ അവിടുന്ന് നമ്മൾ ഈ ബാക്കിലോട്ട് ഇങ്ങനെ പയ്യെ നടന്നു വരികയാണെങ്കിൽ ചെന്ന് എത്തുന്നത് ഒരു എന്താ പറയുക കിടിലൻ അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് എന്ന് തന്നെ പറയാം. നമുക്ക് അത് നിന്ന് കാണുമ്പം ഒരു നല്ലൊരു കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ടുള്ളത്. ശരിക്കും ആ ഒരു ഗ്രീനിഷും അതുപോലെ തന്നെ ആ ഫുക്കറ്റിൻ്റെ ആ സിറ്റിയുടെ ആ താഴത്തുള്ള ആവശ്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ നേരിട്ട് കാണാനായിരിക്കും കുറച്ചും കൂടെ ഭംഗിയെന്ന് തോന്നും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിട്ട് ആ ദ്വീപുകളും ഒക്കെ നമുക്ക് അകലെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതും ഒരു എന്താ പറയുക ഈ ഒരു പ്രത്യേകതയാണ്, ഇവിടെ വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പിന്നെയും നോക്കുകയാണെങ്കിൽ സൈഡിലൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള മറ്റു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മങ്കീസ് ഉണ്ട് കേട്ടോ. അവിടെ താഴത്തെ കൂടെ ഇങ്ങനെ ആ സൈഡിൽ കൂടെ പോകുമ്പോൾ കുറേ കുരങ്ങന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതുങ്ങളിങ്ങനെ അവിടെ കിടന്ന് ഓടിക്കളിക്കുന്നതും ചാടിക്കളിക്കുന്നതും അങ്ങനെ അതും നല്ല രസകരമായിട്ടുള്ളൊരു കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇവർ കുറച്ച് അഗ്രസീവാണ്. അപ്പം അവിടെയുള്ളവർ ഓൾറെഡി പറയുന്നുണ്ട് അതുങ്ങൾക്ക് ഫുഡ് ഇട്ട് കൊടുക്കാനോ അതുപോലെ എന്താ പറയുക ഒന്നും എറിഞ്ഞ് വിളിക്കാനോ അങ്ങനെയൊന്നും ശ്രമിക്കരുതെന്ന് ഓൾറെഡി അവർ നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ. അവിടെ ഒത്തിരി ഇട്ട് കേട്ടോ, ഇഷ്ടം പോലെ മങ്കീസ് ഉണ്ടായിരുന്നു. അപ്പം കുട്ടപ്പനൊക്കെ ഇത് കുറേ നേരമൊക്കെ ഇങ്ങനെ നിന്ന് നോക്കി നിൽക്കണുണ്ടായിരുന്നു അവിടെ. അതുപോലെ ഞങ്ങൾ പോയപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് ആ ഒരു അസ്തമയ സമയമൊക്കെ കണ്ടായിരുന്നു നമ്മൾ എത്തിയത് അവിടെ. അപ്പം ചുരുക്കത്തിൽ ശരിക്കും നല്ലൊരു അനുഭവമാണ് കേട്ടോ നമുക്ക് അവിടെ ഫീൽ ചെയ്തത്. അപ്പോൾ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ഈ ബിഗ് ബുദ്ധ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരിട്ട് പോയത് വാട്ട് ചലോങ് അല്ലെങ്കിൽ ചലോങ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഒരു ബുദ്ധ ടെമ്പിളിലേക്കായിരുന്നു കേട്ടോ. ഫുക്കറ്റിലുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണിത്. കാണാനായിട്ട് നല്ല അതിമനോഹരമായിട്ടൊരു ടെമ്പിൾ എന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ ഈ ടെമ്പിളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 19th സെഞ്ച്വറിയിൽ നിർമ്മിച്ചിട്ടുള്ളൊരു ടെമ്പിൾ കൂടിയാണ്. ഇതിൻ്റെ ഉൾവശത്തൊക്കെ കാണാനായിട്ട് നല്ല മനോഹരമായിരുന്നു. അതുപോലെ തന്നെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു കേട്ടോ ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയാനായിട്ട്. ഉള്ളിലാണെങ്കിൽ പ്രാർത്ഥിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാണാനും നല്ല അതിമനോഹരമായിട്ടുള്ളൊരു ടെമ്പിൾ തന്നെയായിരുന്നു കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ബുദ്ധപ്രതിഷ്ഠ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ വന്ന സമയത്ത് കുറേ ആളുകളൊക്കെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. തികച്ചും നല്ലൊരു സമാധാനപരമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. പിന്നെ ഇവിടെ നമുക്ക് ചുറ്റിക്കറങ്ങി കാണാനായിട്ട് കുറച്ച് അനുമതിയുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ ഒരുപാട് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് നീണ്ടു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഒപ്പം ഒരു ചെറിയ ലൈക്കും കമൻറ്റൊക്കെ തരണേ. ഇഷ്ടപ്പെട്ടെങ്കിലും മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഫുക്കറ്റിലെ സിറ്റി ടൂറിൽ ഞങ്ങൾ കണ്ട കാഴ്ചകൾ. നിങ്ങൾക്ക് സിറ്റി ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏജൻറ്റിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ നോക്കി നിങ്ങൾക്ക് ഒരു പാക്കേജായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ സെയിം പാക്കേജ് തന്നെ എടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഇത് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പാക്കേജ് ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഓടി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.